ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഒരുപാട് യുവതാരങ്ങളെ അവർ സ്വന്തമാക്കിയിരുന്നു. സായൻ ബാനർജിയെ ഈസ്റ്റ് ബംഗാളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ജസിൻ ടികെയെ അവർ കൊണ്ടുവന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആ ഡീൽ പൂർത്തിയായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ജസിന് വേണ്ടിയുള്ള മോഹൻ ബഗാന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റൂമർ ആജ്കൽ എന്ന മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈസ്റ്റ് ബംഗാളിന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനാണ് ബിനോ ജോർജ്. മലയാളി പരിശീലകനാണ്. നമുക്കറിയാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ബിനോ ജോർജ്. ഇത്തവണ ഈസ്റ്റ് ബംഗാൾ കിരീടം നേടിയപ്പോൾ അതിൽ തൻ്റെതായ ഒരു റോൾ വഹിക്കാനൊക്കെ ബിനോക്ക് സാധിച്ചിരുന്നു. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് ഇപ്പോൾ താല്പര്യമുണ്ട് എന്നാണ് ആജ്കൽ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മോഹൻ ബഗാന്റെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകന്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. പകരം ബിനോ ജോർജിനെ കൊണ്ടുവരാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ബിനോ ഈസ്റ്റ് ബംഗാൾ വിടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഒരുപാട് കാലമായി ഈസ്റ്റ് ബംഗാളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ബിനോ ജോർജ്. ഒരുപാട് മികച്ച താരങ്ങളെ ഈസ്റ്റ് ബംഗാളിന്റെ അക്കാദമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ബിനോ ജോർജ്. ജസിൻ ഉൾപ്പെടെയുള്ള യുവ പ്രതിഭകളെ ഈസ്റ്റ് ബംഗാളിന്റെ അക്കാദമിയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ബിനോ ജോർജ്. അദ്ദേഹത്തെയാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അത് ഫലം കാണുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും മോഹൻ ബഗാന്റെ പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് MBFT റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ISL പ്രവർത്തിക്കുന്ന ഒരു ഹെഡ് കോച്ചുമായി ഇപ്പോൾ മോഹൻ ബഗാൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവാൻ പെഡ്രോ ബെനാലി മാത്രമല്ല, ബെനാലിയിൽ അവർക്ക് താല്പര്യമുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബെനാലിയുമായി ഇതുവരെ അവർ ചർച്ചകൾ ഒന്നും നടത്തിയിട്ടില്ല. അതേസമയം മറ്റൊരു ISL പരിശീലകനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടാതെ മറ്റൊരു വിദേശ പരിശീലകനുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഏതായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ ഹെഡ് കോച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് MBFT ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.